നിങ്ങൾ ക്യൂവിൽ നിൽക്കുക. നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചിട്ട് യാതൊരു കാര്യമില്ല. അത് നടക്കണമെങ്കിൽ നിങ്ങളെല്ലാം ക്യൂ ആയിരിക്കും മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ സാറേ ഞാൻ കാരപ്പുഴയിൽ നിന്ന് വരിക. സാറേ ഞങ്ങളുടെ വീടിന്റെ കാര്യം. താങ്ക് യു സാർ. ചേട്ടൻ കൊടുത്തില്ല ചേട്ടാ, ഞാൻ കൊടുത്ത്. വന്ന കാര്യം ശരിയായല്ലോ. പോട്ട് ചേട്ടാ ഒരു സ്ട്രോങ് ചായ എടുത്തു. ഇവിടെ ഒരു ചായ എടുത്തേ. ബജ്ജി എടുത്ത് കഴിക്കാൻ രാവിലെ തുടങ്ങി. എന്തൊരു എണ്ണ ചേട്ടാ, ഒരു പേപ്പർ താ. അതിനെന്താ, പേപ്പർ തരാമല്ലോ. എന്നാ, ഇതെന്തൊരു അന്യായവാ. ഇത് ഞാൻ കൊടുത്ത അപേക്ഷയാ. കൊടുത്തിട്ട് 10 മിനിറ്റ് പോലും ആയില്ല. അതെ അനിയാ, ഇതുകൂടെ നോക്ക്. ഇതെന്താ? ഡാമിന്റെ എല്ലാ പ്രശ്നങ്ങളും എത്രയും വേഗം പരിഹരിക്കണമെന്ന് റെയിൽവേ മന്ത്രി. റെയിൽവേ മന്ത്രി കേന്ദ്രത്തിന് കൊടുത്ത അപേക്ഷ വരെ എവിടെയുണ്ട് നോക്ക്. നിന്റെ അപേക്ഷ ഇവിടെ എത്തിയതിൽ യാതൊരു അത്ഭുതമില്ല മോനെ. ഇവിടം കൊണ്ടൊന്നും ശരിയാവില്ല. മന്ത്രിയായിട്ട് അടുപ്പുള്ള ആരെങ്കിലും കണ്ടിട്ട് ആദ്യം അവിടെ പോയി കാണും. ചേട്ടൻ ആരെങ്കിലും അറിയാവോ? നിൽക്കുന്ന ആളെ നോക്കിയാ. ആ ചായക്കടയിലെ ചേട്ടൻ ഒരാളെ കാണിച്ചു. ആ കാണിച്ച ആളിന്റെ അളിയന്റെ ചേട്ടന്റെ ഭാര്യയുടെ ചിറ്റപ്പൻ മിനിസ്റ്ററുടെ ഡ്രൈവറിന്റെ ചെറിയച്ഛന്റെ മരുമകന്റെ ഫ്രണ്ടാണ്. ശേഖരൻ, ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ? നമസ്കാരം ചേട്ടാ. ഇരിക്കേ. ചേട്ടാ നാട്ടിൽ ഞങ്ങളുടെ തറവാട്. ആദ്യം ഒരു പൈന്റ് പറ. ശീലമില്ല ചേട്ടാ. എനിക്ക് വേണ്ടിയാ. ഒരു ക്വാർട്ടർ. അയ്യോ, പൈന്റ്. ഒരു ക്വാർട്ടർ ചേട്ടാ. പൈന്റ്. ഒരു ക്വാർട്ടർ മതി ചേട്ടാ. രണ്ടുപേരും തർക്കിക്കണ്ട. ഒരു ക്വാർട്ടർ ഒരു പെക്കും. ഒരു ക്വാർട്ടർ ഒരു പെഗ്. ഒരു ക്വാർട്ടർ ഒരു പെഗ്. ഒരു ക്വാർട്ടർ ഒരു പെഗ്. കമൽ സാറേ, ഒരു ചെറുതടിച്ചാലോ? വെള്ളം അടിക്കാനോ? വേണ്ട രജനി. കറക്റ്റ്. കോഫി. ആന്റണി, 2 കാപ്പി എടുത്തേ. വേണ്ട രജനി, എനിക്കൊരു ചായ എടുത്തോ. കമൽ സാറേ, നിങ്ങൾ ഇവിടെ നിന്നൊക്കെ ചായ കുടിക്കൂ? ബജ്ജിയും കഴിക്കും ഞാൻ. സാർ, ഇത് പാമോയിൽ ഉണ്ടാക്കുന്നതാ. അതൊക്കെ സാർ കഴിക്കും. എന്ത് കൊടുത്താലും കഴിക്കും രജനി. കമൽ സാർ, നിങ്ങള് എന്നെ പോലെ ലോക്കൽസ് ആകാൻ ശ്രമിക്കുക. സാർ, നിങ്ങൾ പണക്കാരനാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കമൽ സാറേ, ആ കള്ളുകൂടിനെ പിന്നെ കണ്ടായിരുന്നു സാറ്? ചേട്ടാ, എന്തു പറ്റി ചേട്ടാ? വെള്ളം അടിച്ചത് അവനാ, തലയ്ക്ക് പിടിച്ചത് എനിക്കും. കൊള്ളാം. ഇങ്ങനെ നെറ്റി ഭസ്മം തേച്ചോണ്ട് വന്ന ആൾക്കാർ പറ്റിക്കായിരിക്കും. അതാദ്യം തൂത്തുകളാ. സത്യമാണോ അനിയ? ഇത് ആരോടാ പറയുന്നത്? വരട്ടെ. വായേട്ടാ. അല്ല, നീ എത്തിയോ? പിന്നെ മന്ത്രിയോടൊരു കാര്യം. ഒരു മിനിറ്റ്, ആദ്യം ഒരു ഹാഫ് എടുക്കാം. ശരവണ, ഇതും കൂടെ ചേർത്ത് 2000 ലിറ്റർ അകത്താക്കിയിട്ടുണ്ട്. ഇനി എത്ര ലിറ്റർ കുടിച്ചാ മന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോകുന്നേ? ഇപ്പൊ നിനക്ക് മന്ത്രിയെ കാണണം, അത്രയല്ലേ ഉള്ളൂ. അതെ. വാ, എന്നാ എഴുന്നേക്ക്. ദേഷ്യം വന്നാലും കുപ്പി വിടത്തില്ലല്ലേ? അയാൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി അനിയും നമുക്ക് വേണ്ടയാളാ, അനിയും നമുക്ക് വേണ്ടയാളാ, അനിയും നമുക്ക് വേണ്ടയാളാന്ന്. കമൽ സാർ, സാറിന് മൊത്തം എത്ര ചേട്ടനുണ്ട്? 2 പേര്, ചന്ദ്രഹാസനും ചാരുഹാസനും. സാർ പ്ലീസ്, ചായയുടെ കാശ് കൊടുത്തായിരുന്നു? വല്ലവരും സംസാരിക്കുന്നിടയ്ക്ക് സംസാരിക്കാൻ പോയി വേറെ പണി നോക്ക്. കമൽ സാർ, പാമോയിൽ തീരുന്നവരെ ബജ്ജി കിട്ടത്തുള്ളൂ. സാറിന്റെ കഥ മുഴുവൻ കേട്ടില്ലല്ലോ. മന്ത്രി ഡ്രൈവറിന്റെ അളിയനെ കാണിക്കാന്ന് പറഞ്ഞ് ഒരുത്തൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി. മിനിസ്റ്ററിന്റെ ഡ്രൈവറിന്റെ അളിയനാ പറഞ്ഞ കാര്യം നടക്കും. ശരി ചേട്ടാ, അങ്ങനെ പോയാലോ? എന്തെങ്കിലും തന്നിട്ട് ഇത്രയും പറഞ്ഞല്ലേ? ഇത്രേ ഉള്ളൂ. ഇതുകൊണ്ടൊക്കെ എങ്ങനെയാ? ഇനി ഷർട്ടും പാൻറ്റും ഉള്ളൂ. ഒന്ന് വാ ചേട്ടാ, വാ വാ. സാറേ, ഇവൻ നമുക്ക് അടുത്ത ആളാ. അതെയോ? നമസ്കാരം ചേട്ടാ. നാളെ 8 മണിക്ക് വാ. ശരി ചേട്ടാ. ഹലോ, രാവിലെ വരാൻ ചേട്ടാ. എന്റെ ദൈവമേ, എന്നെ സഹായിക്കണേ. ഡെയിലി 8 മണിക്ക് പുള്ളിയുടെ വീടിന്റെ വാതുക്ക ഞാനുണ്ടാവും. നിന്ന് കാല് പോയത് മിച്ചം. അയാൾ എന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. വരുന്ന വഴി ലേറ്റായി. അതാ ചേട്ടൻ വന്നു. അല്ല, എന്നാ പോവാല്ലേ? നമസ്കാരം ചേട്ടാ. 8 മണിക്ക് വാ. അയാൾ ഒഴിച്ച് അവിടെയുള്ള കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും എനിക്ക് ഫ്രണ്ടായി. നമസ്കാരം ചേട്ടാ. 8 മണിക്ക് വാ. അതെ അതെ, നാളെ ഒരു 8 മണിക്ക് വാ. 8 മണി 8 മണി 8 മണി 8 മണി. മഞ്ഞപ്പിത്തത്തിന് മരുന്ന് വാങ്ങാൻ പോകുന്ന പോലെ ഡെയിലി 8 മണിക്കോടെ പോയി നിൽക്കുക. എന്നിട്ട് അയാൾ ശരിക്കും വന്നായിരുന്നോ? വന്നു ചേട്ടാ. കൂടെ വേറൊരു പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? ഒരു പ്രേമം ഉണ്ടായി. ഇതുവരെ ഒരു ലവ് പോഷൻ വരാത്ത എന്താണെന്ന് ഞാൻ ഓർക്കുമായിരുന്നു. ഒരു സുന്ദരനായ ചെറുക്കൻ ചുറ്റിക്കറങ്ങുന്ന കണ്ടിട്ട് ആ ഏരിയയിൽ ഒരു ജനൽ തുറക്കേണ്ടതാണല്ലോ. തുറന്നോ? അതെല്ലാം തുറന്നു സാർ. ബോണ്ട വേണ്ട, ഓൾറെഡി ഞാൻ ദേഷ്യത്തിലാ.
ബില്ല് എത്രയാന്ന് പറ. ചേട്ടാ എത്രയായി? 72 രൂപ. കമൽ സാർ, സാറിന് ചേഞ്ച് ഇല്ലെന്ന് എനിക്കറിയാം. എൻ്റെ കയ്യിൽ ചേഞ്ച് ഉണ്ട്, കണ്ടോ? ഇതാ ചേട്ടാ, ബാലൻസ് എത്രയാ? ബജ്ജി 42, ടീ 30. എന്താ രജനി ഇത്? അത് പിന്നെ നടക്കങ്ങോട്ട് നടക്ക്. 99 രൂപയായി സാറേ. ആ മീറ്റർ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് സാറിന്റെ ലവ് സ്റ്റോറി അങ്ങോട്ട് തുടങ്ങി. വേണ്ട, സാറില്ലേ? അല്ല, ദേ നിങ്ങളുടെ പാല്. అదే നിക്ക്, പിടിക്ക്. నువ్వు నాకు చాలా నచ్చావు. എന്താ അങ്ങനെ പറഞ്ഞ? സാറേ നിങ്ങളെ ഇഷ്ടമാണെന്ന് അവള് പറഞ്ഞത്. രജനിക്ക് എല്ലാ ലാംഗ്വേജ് അറിയാവോ? ഇതിനൊക്കെ എന്തിനാ സാറേ ലാംഗ്വേജ്? അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയില്ലേ? രജനി നല്ല വിവരമുണ്ടല്ലോ. സാർ, എന്റെ വിവരത്തെക്കാൾ വലിയ ബുദ്ധിമാനല്ലേ സാറ്? റെക്കമെൻഡിന് പോയ സ്ഥലത്തൊന്ന് അയാളുടെ മകളെ കറക്കി എടുത്തില്ലേ? അയ്യോ, ഇത് മകളല്ല രജനി, അവന്റെ ഭാര്യയാണ്. കണ്ടവന്റെ ഭാര്യ സൈറ്റ് അടിക്കോ? ആഹാ. ചേച്ചിയും വേറൊരാളുടെ ഭാര്യ. നമ്മൾ ഇത്ര അടുത്തല്ലേ? എന്റെ നോട്ടത്തിൽ കാവേരി, തെറ്റുണ്ടോ? ആരാത്? എന്താ? എണ്ണിക്കടാ. നിങ്ങളോ? ഒരു സർപ്രൈസ്. ഇവിടെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. സോറി ഇഡിയറ്റ്സ്. ഒരു ഗസ്റ്റിനെ അക്യൂസിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നേ. സെൻസ് ഇല്ലേ? നന്നായിട്ട് ചോദിക്കും. സോറി, കുടിക്കാൻ കോഫി? അതൊന്നും വേണ്ട, എനിക്ക് ഇവിടെ നിന്ന് പോയാ മതി. മീൻകറി. രജനി, ഇത് കാണുമ്പോ എന്റെ മുത്തശ്ശിയുടെ മീൻകറി ഓർമ്മ വരുന്നു. എന്റെ മുത്തശ്ശി നന്നായിട്ട് മീൻകറി. കമൽ സാറേ, കഥയ്ക്കകത്ത് വേറെ കഥ വേണ്ട, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കല്ലേ. നമുക്കത് കഴിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ട ലേഡിയില്ലേ, അവളെ പറ്റി പറഞ്ഞതാ. കാപ്പിക്കട അടയ്ക്കാൻ പോകാമല്ലേ, പെട്ടെന്ന് പറഞ്ഞാട്ടെ. അല്ല, ഫോൺ വരുന്നു. അച്ഛാ പറ. എന്താ സാറേ, സംസാരിച്ചോ? അതെ രജനി. ഇഷ്ടമായെന്ന് പറഞ്ഞോ? എന്റെ ആളല്ല രജനി. പിന്നെ പരിചയപ്പെട്ടയാളോ? അങ്ങനെയല്ല. സോറി ട്ടോ, നിങ്ങളെ എന്നെ കാണാൻ വന്ന ചെറുക്കനാണെന്ന് ഓർത്തിട്ട്. അയ്യോ, ഞാൻ കല്യാണ ചെറുക്കല്ല, ഞാനങ്ങ് കാരാപ്പ. അല്ലല്ല, നിങ്ങളുടെ തെറ്റല്ല. ഞാനെന്തോ നിങ്ങൾ കോഫി കുടിക്കുന്നേ. കുടിച്ചോളാം. എനിവേസ്, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. അങ്ങനെ ആയിക്കോട്ടെ. അതല്ല, നിങ്ങൾ എന്തിനാ അറസ്റ്റ് ചെയ്തേ? അയ്യോ, അതൊരു വലിയ കഥയാണ്. ഒരു ബ്രോക്കറിനെ കാണാൻ വേണ്ടി പോയതാ. അവന്റെ ഭാര്യ എന്നെ ലൈൻ അടിക്കുന്നു പറഞ്ഞ് എന്നെ പൊക്കി അകത്തിട്ടു. ഓ, അയാളായിരുന്നോ? അയാളൊരു വലിയ സംശയരോഗിയാ. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. താങ്ക് യു മാഡം. മാഡം നോ, പേര് വിളിക്കാലോ എന്നെ. എന്നാ വരട്ടെ അനുഷ്കേ. എക്സ്ക്യൂസ് മീ. ആ പെണ്ണ് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. നിങ്ങളെ കണ്ട എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ടാവും, ഇൻക്ലൂഡിങ് മീ. ഇത് അവള് പറഞ്ഞതാണോ അതോ നീ കൈ നിട്ട് പറഞ്ഞതാണോ? എന്താ രജനി, ഇതിലേക്ക് ആരെങ്കിലും കള്ളം പറയൂ? ഈ വിഷയത്തിൽ ചിലപ്പോൾ കമൽ സാർ കള്ളം പറയുമായിരിക്കും. കണ്ടോ, കഴുകിയിട്ടും കയ്യിലുള്ള മണം പോകുന്നില്ല. അതാണ് ചേച്ചിയുടെ കൈപുണ്യം. അതുകൊണ്ട് ചേച്ചിയുടെ കാലം കഴിഞ്ഞാലും ചേച്ചിയുടെ ഒരു പ്രതിമ സ്ഥാപിക്കണം, അതെന്റെ ഒരു ആഗ്രഹം. കമൽ, നിങ്ങൾ മിനിസ്റ്ററെ കാണാൻ പോകുന്നില്ലേ? ഈ പ്രതിമ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ? എന്താ രജനി ഇത്? സോറി കമൽ സാർ, നിങ്ങൾ തുടങ്ങിക്കോ. നിങ്ങൾ നിങ്ങളുടെ ലവറെ കണ്ടായിരുന്നോ? അനുഷ്കയുടെ അടുത്ത് ഒരു ദിവസം എനിക്ക് ഫോൺ വന്നു. ഹലോ കമൽ, ഞാൻ അനുഷ്കയാണ് കേട്ടോ. എൻ്റെ കല്യാണം നിശ്ചയിച്ചു. സോ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും EC41 പാർട്ടി കൊടുക്കുന്നുണ്ട്. ആരൊക്കെ വന്നാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്തായാലും വരണം. അനുഷ്ക ഒരു പാർട്ടിക്ക് വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റുമോ രജനി? അതുകൊണ്ടാണ് ഞാൻ ആ പാർട്ടിക്ക് പോയത്. അവിടെയാണ് ആൻഡ്രിയെ കണ്ടത്.
നിങ്ങളൊരു ഭയങ്കര ആള് തന്നെയാ. വെള്ളി പേപ്പറിൽ ചുറ്റിയ രസഗുള പോലെ ഉണ്ട്. അതിനെ കായ്ക്കൊടുന്ന വെച്ച് ഉരുട്ടിയല്ലോ. രജനി അതും എന്റെ ആളല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തെടുത്താലും അപശകുനം പോലെ എന്റേതല്ല എന്ന് പറഞ്ഞ് ഒഴിയുവാണോ? അല്ല രജനി, ആൻഡ്രി എന്നെ കോളേജിലെ ഫംഗ്ഷന് വിളിച്ചല്ലോ. അതിന് ഞാൻ പോയപ്പോഴത്തേക്ക് തകഴി സാറിന്റെ നോവലിൽ പോലും 2ാമത്തെ പേജിൽ ഹീറോയിൻ ആരാന്ന് പറയും. നീ എന്താണെന്ന് വെച്ചാൽ ബബിൾഗം പോലെ ഇട്ട് വലിക്കുക. ഇല്ല രജനി, ഞാൻ ഈ പ്രാവശ്യം എന്റെ ആളെ വേണ്ട കണ്ടു. സാർ, എനിക്കൊന്നും കേൾക്കണം. അയ്യോ രജനി, ഒന്ന് കേക്ക്, എന്റെ ആളെ വേണ്ട സാർ, കണ്ടു ഞാൻ. കേട്ടിടത്തോളം മതി. എനിക്ക് അയ്യോ രജനി, കേൾക്കാനുള്ള ജെയിൻ സമയം കോളേജിൽ എന്റെ ആളെ പഠിക്കുന്നത്. ജെയിൻ കോളേജ്? അതെ രജനി. എന്റെ ആളും ജെയിൻ കോളേജിലാണ് പഠിക്കുന്നത്. നിങ്ങളുടെ ആള് എന്തിനു പഠിക്കുക? BSc മാത്സ് രജനി. BSc മാത്സോ? അതെ രജനി. ഏത് വർഷം കമലെ? ഫൈനൽ ഇയർ. അയ്യോ, എന്റെ ആളും ഫൈനൽ ഇയർ ആണല്ലോ. രജനി, നമുക്കിടയിലെ വേവ് ലെങ്ത് കണ്ടോ? വേഗുന്ന ലെങ്ത്, വേഗത്തെ ലെങ്ത് അത് കളാ. നെഞ്ചു കിടന്ന് പടയ്ക്കുക. നിന്റെ ആളാരെന്ന് കൃത്യമായിട്ട് പറ. അയ്യോ, നോ കമൽ. എന്ത് പറ്റി രജനി? കമലെ, അവളാണ് നിന്റെ ആളെന്ന് പറയല്ലേ. ചേച്ചേ, അതൊന്നും എന്റെ ആളല്ല. അവളെയൊക്കെ ആരെങ്കിലും നോക്കുമെന്ന്? ഞാൻ നോക്കും കമൽ. 5 വർഷമായിട്ട് പ്രേമിക്കുക, ജീവന് തുല്യം. അതും ഒരു തരത്തിൽ ഒന്ന് സൗന്ദര്യം. ചുമ്മാ ഇരിക്ക് കമലെ. നാണം കെടുത്തിട്ട് വെറുതെ മുടന്തനായും പറയാതെ. നിന്റെ ആളാരെന്ന് പറ. സാറേ, ആ? ഒന്ന് താണിരിക്കണം. എടോ, ഇനി ഞാൻ അങ്ങോട്ട് പോവാനാ. കാണാൻ മേലടോ. അയ്യേ, ഇത് ആന്റി ലവ് ആണോ? അല്ലല്ല, അടുത്ത അവളുടെ മകളുണ്ട്. എടാ മോനെ, അമ്മായി. അമ്മായിയുടെ മോക്ക് വേണ്ടിയായിരുന്നു ഇത്രയും കഥ പറച്ചില്. എന്റെ കമലെ അത് വളച്ചു കെട്ടാതെ പറഞ്ഞുകൂടായിരുന്നു. എന്താ രജനി മുറപ്പെണ്ണിനെ സാധാരണയായിട്ട് കാണുന്നത്? അമ്മായിയുടെ മകളാണല്ലോ. അവളെ കണ്ടിട്ട് 15 വർഷമായി. അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ ഞങ്ങൾ എങ്ങനെയുണ്ടായിരുന്നറിയോ? എല്ലാം എനിക്കറിയാം. കള്ളിമുള്ളിന്റെ ഇലയെ പോലും 2 പേരെ പേരെഴുതുമായിരുന്നു. പനങ്ക ചുട്ട് നിന്നിട്ടുണ്ട്, നീ പച്ചപ്പള്ളി പറിച്ചു കൊടുത്തിട്ടുണ്ട്, തേഞ്ഞു തീർന്ന സൈക്കിൾ ടയർ ഓടിച്ച് നടന്നിട്ടുണ്ട്, നെറ്റിയിൽ ഭസ്മം തൊടിച്ചിട്ട് അത് ഊതി വിട്ടിട്ടുണ്ട്. ഇതുപോലെ ഗ്രാമത്തിലുള്ള കുട്ടികളെല്ലാം ചെയ്യുന്നത് നീയും ചെയ്തിട്ടുണ്ടെന്നല്ലേ പറയാൻ പോകുന്നത്. ഇത് കേട്ട് കേട്ടന് ചെവിക്കല്ല് പൊട്ടി. വല്ല പുതിയതുണ്ടേ പറ. ഏതാ ചേട്ടാ, ഇതാണോ? അതല്ല, അതിന്റെ അടുത്തിരിക്കുന്ന കുപ്പി എടുക്കുക. അതെടുക്കുന്ന. ആ എടാ ശിവ, ബാക്കി വാങ്ങിച്ചോളൂ. ശരി കേട്ടാ. നിനക്ക് വാങ്ങിച്ചല്ലോ. ആ വാങ്ങി. കമൽ 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 അവിടെ നിക്ക്. കമൽ, ഞാനും മന്ത്രിയായിട്ട് വളരെ അടുപ്പത്തിലാ. പിന്നല്ലാതെ. ആദ്യം നീ ഒരു കുപ്പിക്ക് പറ. എടാ, ഒരു കൊണ്ട് വെള്ളം എടുക്ക്. കമൽ, മര്യാദക്കിരുന്നോണം. കൊല്ലുന്നില്ല ഞാൻ.